ഹലോ, വെൽക്കം ബാക്ക്. അടുത്തൊരു അമേരിക്കൻ വിശേഷം കാണാം. പിള്ളേരൊക്കെ നമ്മുടെ വീട് വിട്ട്, നാടും വീടും വിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് പഠിച്ച് അവർ സ്വന്തമായിട്ട് മുന്നേറുമ്പോഴേ അവർ ജീവിക്കാനും പഠിക്കും. ഏത് സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ അവർക്കറിയാം. കൂടും വീടും വിട്ട് വേറൊരു നാട്ടിൽ അവരൊരു ഇമിഗ്രൻ്റാണ്. അവർക്ക് അവർ മാത്രമേ ഹെൽപ്പുള്ളൂ. ഈ ബാച്ചിലറായിട്ട് താമസിക്കുന്ന മിക്കവാറും ഒക്കെ ഉള്ളൊരു 1 BHKയിലായിരിക്കും. അപ്പോൾ ഈ 1 BHKയിൽ ഇവർക്ക് ഒത്തിരി പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല. അതിനും അവർ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ചൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ എയർ മാട്രസ് ഒരു സൂപ്പർ സംഭവം അല്ലേ. ഇവിടെ വലിയൊരു കട്ടിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത്ര സ്ഥലം പോകും. എത്ര ഗസ്റ്റ് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. ആരും നിലത്തും കിടക്കണ്ട, സോഫയിലും കിടക്കണ്ട. ആവശ്യം കഴിയുമ്പോഴോ മടക്കി ഫോൾഡ് ചെയ്ത് ഒരു ബെഡ്ഷീറ്റ് പോലെ അകത്ത് സൂക്ഷിച്ചും വയ്ക്കാം. ഇതാണ് ആ സാധനം. നമ്മുടെ നല്ലൊരു കട്ടിലും ബെഡും എല്ലാം കൂടെ ഒന്നിച്ചാക്കി ഇത് എയർ മാട്രസ് ആണ്. ഇത് കംപ്ലീറ്റ് എയർ പമ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇരുന്ന് കഴിഞ്ഞാലോ സൂപ്പർ, നമ്മൾ താഴോട്ട് പോകുമൊന്നുമില്ല. എയർ എന്തെങ്കിലും കാരണവശാൽ ലീക്കായാലേ നമുക്ക് പിന്നെയും പമ്പ് ചെയ്ത് ഇതിനെ ഫില്ലാക്കി വെക്കാം. ഇതൊരു ക്യൂൺ സൈസ് സാധനമാണ്. നല്ല സ്പേഷ്യസ്. 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. നമുക്കേ ഇതിൻ്റെ ഷീറ്റൊന്ന് മാറ്റാം. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഈ സൈഡ് ഇതേ ഇവിടം തൊട്ട് ഇത്രേ ഹൈറ്റ് ഉണ്ട്. ഈ ഹൈറ്റ് അത്രയും ബ്ലാക്ക് കളറും പിന്നെ ഇവിടെ ലൈറ്റ് ഗ്രേഷും. ഹൈറ്റിൻ്റെ കാര്യത്തിലേ ഒട്ടും കുറവായിട്ടല്ല. അതെ, ഒരു കട്ടിൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. തറയുന്ന ഇത്രേ ഹൈറ്റിലാണ് ഇതിൻ്റെ എയർ ഫില്ലായി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ കാലിനൊന്നും ഒരു പ്രശ്നവുമില്ല. എങ്ങനെ മുട്ടുമടക്കി നമ്മളൊരു കട്ടിലിരിക്കുന്നോ അതേ പൊസിഷനിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. എയർ ഫില്ലായി കഴിഞ്ഞാലേ നമ്മുടെ ബെഡ് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു എലിവേറ്റഡ് പോർഷനുണ്ട്. ഇത് നമുക്ക് വേണേൽ പില്ലോ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. എക്സ്ട്രാ പില്ലോ ഇല്ലെങ്കിലും ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാണ് കാലിൻ്റെ പോർഷന്. പിന്നെ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന എയർ ആണല്ലോ, അതുകൊണ്ട് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇത് പൊക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കാനും ഒക്കെ പറ്റും. എവിടാണോ സ്പേസ് ഉള്ള അതനുസരിച്ച് നമുക്ക് പിന്നെ മാറ്റാനും പറ്റും. ഇവിടെയാണ് എയർ ഫില്ല് ചെയ്യുന്ന ഏരിയ. ഈ കോഡ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കറണ്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. നമ്മളായിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. കറണ്ട് കണക്ട് ചെയ്ത് എയർ ഫില്ല് ചെയ്താൽ ഈ പമ്പങ്ങ് ഓണാക്കി കൊടുത്താൽ മതി. പിന്നെ കുറേയേറെ ദിവസങ്ങൾ ഒന്നിച്ച് ഉപയോഗിക്കുമ്പോഴേ എയർ കുറച്ച് ലീക്ക് ചെയ്യും. അപ്പോൾ പിന്നെ നമ്മൾ ഈ എയർ ഒന്ന് പമ്പ് ചെയ്ത് കൊടുത്താൽ ഇതിങ്ങനെ ഫില്ലായി കിടക്കും. 2 പേർക്ക് ഈസി ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു എയർ മാട്രസ് ആണിത്. ഇതൊക്കെയല്ലേ സ്പേസ് മാനേജ്മെൻറ്റ് ഓരോരോ സൂത്രങ്ങളല്ലേ. ഇത് ഗസ്റ്റൊക്കെ പോയി കഴിയുമ്പോൾ ഇത് പിന്നെയും ഫോൾഡ് ചെയ്ത് അകത്ത് സൂക്ഷിച്ച് വെക്കും. ചെറിയൊരു ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്ന പോലെ മാത്രം. ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഈ എയർ മാട്രസ് ഒരു സൂപ്പർ സംഭവം അല്ലേ. ഇവിടെ വലിയൊരു കട്ടിലോ ഒക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത്ര സ്ഥലം പോകും. പിന്നെ ആവശ്യാനുസരണം നമുക്കിത് മടക്കി വെക്കാം, ഉപയോഗിക്കാം. എപ്പോഴാണ് ആവശ്യം അന്നേരം മാത്രം നമുക്ക് എടുത്തിട്ടാൽ മതി. ആവശ്യം കഴിയുമ്പോഴോ മടക്കി ഫോൾഡ് ചെയ്ത് ഒരു ബെഡ്ഷീറ്റ് പോലെ അകത്ത് സൂക്ഷിച്ചും വയ്ക്കാം. എല്ലാം കൊണ്ട് സംഭവം കൊള്ളാം അല്ലേ. സ്പേസ് ഇല്ലാത്തവർക്ക് എങ്ങനെ സ്പേസ് മാനേജ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണിത്. സോ ഗസ്റ്റൊക്കെ പോയി നമ്മുടെ ഈ ഷീറ്റ് എടുത്ത് മാറ്റാം. അപ്പം ഷീറ്റ് മാറ്റുക. ഇനി നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് പഴയ പൊസിഷനിൽ സൂക്ഷിച്ചു വയ്ക്കാം. എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. എയർ ഫില്ല് ചെയ്യാനുള്ള പമ്പേ വേറെ അന്വേഷിക്കേണ്ട, ഇൻബിൽട്ടാണ്. ഇവിടെ തന്നെയാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് എയർ റിലീസ് ചെയ്യാനും എയർ ഫില്ല് ചെയ്യാനും ഈ സെയിം സാധനം നോബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്ലഗ് എടുക്കുക, നമ്മൾ കറണ്ട് കണക്ട് ചെയ്യുക. ഒന്നും നമ്മളായിട്ട് ചെയ്യേണ്ടതില്ല കേട്ടോ, എല്ലാം കറണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് കറണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. നമ്മളിത് പ്ലഗ് ഇവിടെ കുത്തുന്നു. ഇനി ചെയ്യുന്നതേ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നോബ് മാത്രമാണ് ഇതിൻ്റെ കൺട്രോള്. ഇത് റിലീസ് ചെയ്ത് കഴിയുമ്പം ഇതാണ്ട് എയർ അങ്ങ് പോകും. പണ്ട് നമ്മളൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴേ എയർ പില്ലോ യൂസ് ചെയ്യില്ലേ, സെയിം മെക്കാനിസം തന്നെ. നമുക്കിതങ്ങ് റിലീസ് ചെയ്യാം.
ഈ ബെഡിനകത്തുണ്ടായിരുന്ന എയറെ വെളിയിലേക്ക് പോകുന്നതിൻ്റെ സൗണ്ടാണിത്. നല്ല സൗണ്ടാട്ടോ. നമ്മൾ എയർ റിലീസ് ചെയ്തതോടുകൂടി ഇതേ ആള് ചുക്കി ചുളിഞ്ഞു കേട്ടോ. അതാണ്ടേ കാറ്റൊക്കെ പോയി ബ്ലബ്ലാന്നായിപ്പോയി. ആ ടെൻഷനൊക്കെ റിലീസ്ഡായി. ഇതിനകത്ത് കിടന്നിരുന്ന എയറെല്ലാമേ വളരെ ഫാസ്റ്റായിട്ടാണ് റിലീസാകുന്നത്. ഒറ്റ മിനിറ്റ് മതി ഈ ഫുൾ എയർ വെളിയിലോട്ട് തള്ളിപ്പോകാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഈ ഒറ്റ നോബ് മാത്രമേ എല്ലാത്തിൻ്റെയും കൂടെ കൺട്രോളുള്ളൂ. ഇപ്പോൾ ഇതാണ്ട് നമ്മൾ കുറേ റിലീസ് ചെയ്തുകൊണ്ടെങ്കിൽ ചുക്കി ചുളിഞ്ഞിരിക്കുക. ഇത് നമുക്കിനി എയർ പമ്പ് ചെയ്യണമെങ്കിലേ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷന് മുകളിലോട്ട് തിരിച്ചാൽ മതി. ദേ ആള് പൊങ്ങി വരുന്നു. ഈ ബെഡ് ഫുള്ളായിട്ട് നിറയാനും ഒറ്റ മിനിറ്റ് മതി. 1 മിനിറ്റ് എയർ പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫുള്ളായി ഫില്ലായി നിൽക്കും. അങ്ങനെ ഈ എയർ പമ്പിൽ നമ്മൾ ഓണാക്കി കൊടുത്ത് ഇത് കറക്റ്റ് ഫുൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്കിതിനെ റിലീസ് ചെയ്തിട്ട് മടക്കി വയ്ക്കാം. നമ്മളിതിനെ മടക്കുന്നതിനായിട്ട് ഫുള്ളായിട്ട് എയർ റിലീസ് ചെയ്യാൻ പോവാണ്. നോബ് ഞാൻ തിരിച്ചു വിടുക. ഈ എയർ മുഴുവൻ റിലീസ് ചെയ്യാനേ ആകെ വേണ്ടത് 1 മിനിറ്റാണ്. ഒറ്റ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ചുക്കി ചുളിഞ്ഞ് ഒരു ബെഡ്ഷീറ്റ് പോലെയാകും. ഇവിടെ ഈ നോബിനകത്തൊരു ഹോളുണ്ട്. അതിലൂടെ ഹൈ പ്രഷറിൽ എയർ പുറത്തോട്ട് റിലീസ് ചെയ്യാണ്. ഇൻബിൽറ്റ് പമ്പായതുകൊണ്ട് അത് കളഞ്ഞു പോകാനുള്ള യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ നമ്മുടെ ബെഡ് ഇപ്പം ജസ്റ്റ് ഒരു ഷീറ്റ് പോലെ മാത്രമായി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് പൊക്കിയെടുക്കാം. അതാണ്ട് എയർ ഫുൾ പോയി. ഇനി നമുക്കിതിനെ അൺപ്ലഗ് ചെയ്യണം. തുറക്കുക. ഇത് നല്ല രീതിയിൽ ചുരുട്ടിയെടുക്കുക. കയറ്റി വയ്ക്കുക, അടയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ബാഗ്. ഇതിൻ്റെ അകത്ത് ഫിറ്റാകുന്ന രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാം. നമ്മുടെ ബാഗിൻ്റെ സൈസ് അനുസരിച്ച് വേണം ഇത് മടക്കിയെടുക്കാനും. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇനി നമുക്ക് ചുരുട്ടിയെടുക്കാം. നമ്മുടെ ഈ പായൊക്കെ ചുരുട്ടില്ലേ, അതുപോലെ തന്നെ ചുരുട്ടിയെടുത്തു. മടക്കിയെടുത്ത നമ്മുടെ ബെഡിനി ഇതേ കവറിലേക്ക്. ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാഗുമാണ്. ഇത് കൊണ്ടു നടക്കാനായിട്ട് പുറകിലൊരു വള്ളിയുണ്ട് കേട്ടോ. മടക്കി കഴിഞ്ഞപ്പോഴേ ഇത്രയേ ഉള്ളൂ സാധനം.